നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാൻ എന്നുള്ളത് കണ്ടങ്കാവിലാണ് കേട്ടോ. കണ്ടങ്കാവില് ഇവിടുത്തെ തിരുമേന്റെ കൂടെ തന്നെയാണ്. അപ്പോൾ എല്ലാ മാസവും നമ്മൾ ജ്യോതിഷ ഫലപ്രവചനം, നക്ഷത്ര ഫലപ്രവചനം നടത്താറുണ്ട്. അപ്പോൾ ഈ മാസത്തെ നക്ഷത്ര ഫലം നമുക്കറിയാം. അപ്പൊ നമ്മുടെ കൂടെ എല്ലാ മാസവും ഈ ഒരു പരിപാടി തുടർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. എല്ലാ മാസവും ഉണ്ടാവും. അപ്പൊ ഈ മാസത്തെ നക്ഷത്രഫലം നമുക്ക് എല്ലാ നക്ഷത്രക്കാരുടെയും നക്ഷത്രഫലം നമുക്കറിയാം. അപ്പൊ അദ്ദേഹം അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അദ്ദേഹം ഇപ്പോ വൈറലായിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. കാരണം ദിലീപിന്റെ വിധി പറഞ്ഞിട്ട് അത് കൃത്യമായി അതേപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് അതേപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം നമ്മുടെ ഈ മാസത്തെ ഫലപ്രവചനം പറയും. ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. മാക്സിമം ഇത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് അദ്ദേഹം ഈ മാസത്തെ നക്ഷത്രഫലം പറയും കേട്ടോ. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും ഈ ധനുമാസം 1-ാം തീയതി മുതൽ, അതായത് ഡിസംബർ മാസം 16-ാം തീയതി മുതൽ ജനുവരി മാസം 14-ാം തീയതി കൂടി വരുന്ന ദിവസങ്ങളിൽ, ഇപ്പോൾ ഈ സമയങ്ങളിലെ 30 ദിവസം നിങ്ങൾക്കെങ്ങനെ, ഇതാണ് ജ്യോതിഷ വിധി പ്രകാരം പറയേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ചന്ദ്രരാശിയാണ്. അതെല്ലാവർക്കും അറിയാലോ, എല്ലാ ജ്യോതിഷന്മാർക്കും കൂടി അറിയുന്നതാണ് ചന്ദ്രരാശി. അപ്പൊ അതിൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ടെന്നാല് ഇപ്പൊ നമ്മൾ അശ്വതി നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ 3 വയസ്സായ ആളുണ്ടാവാം, 30 വയസ്സായ ആളുണ്ടാവാം, 60 വയസ്സായ ആളുണ്ടാവാം. അപ്പൊ ചരരാശി പ്രകാരം വരുമ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ പറ്റാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഏവരും സദയം ഓർക്കുമെന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും എനിക്കങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയെങ്കിൽ അത് എൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആദ്യം പറഞ്ഞേനെ കണ്ടേശ്വരി അല്ലെങ്കിൽ കണ്ടങ്കാവിലമ്മ എനിക്ക് തന്ന ഒരു വരദാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജ്യോതിഷ പ്രവചനത്തിലെ ശക്തനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പല ഉന്നതന്മാരും ശക്തരായവരുണ്ട്. അവരോടുകൂടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ നക്ഷത്രഫലം നിങ്ങൾക്ക് ഏവർക്കും വളരെയധികം അനുകൂലമാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആദ്യമായിക്കൊണ്ട് അശ്വതി, ഭരണി, കാർത്തിക അങ്ങനെ 1/4 ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ധനുമാസത്തിലെ പ്രത്യേകിച്ച് ഇവരുടെ അധിപൻ എന്ന് പറയുന്ന ചൊവ്വയാണ്. ഈ ചൊവ്വ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ധനുരാശിയിലാണ്. അതോടുകൂടെ തന്നെ ഈ ചൊവ്വയോടുകൂടെ തന്നെ ഒറ്റയ്ക്കല്ല സൂര്യനുമുണ്ട്, ധനുമാസത്തിലെ സൂര്യനുണ്ട്. അപ്പോൾ അത് ഒരു സമാധാനം കിട്ടുമോ ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായ സമാധാനത്തിലാണ്. അതുപോലെ തന്നെ ഇവർക്ക് 3-ാം ഭാവാധിപൻ, അതായത് മിഥുന രാശിയിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെതായ ചെറിയ ഗുണങ്ങളും ഉണ്ടാവും. അപ്പോൾ വരുമ്പോൾ ആകെ കൂടെ പറയുമ്പോൾ വ്യാഴത്തിനെ കൊണ്ട് ചില നല്ല ഗുണങ്ങളുണ്ട്, ചൊവ്വയെ കൊണ്ട് ഒരു ചില നല്ല ഗുണങ്ങളുണ്ട്. എന്നാൽ മറ്റു ചില ഗ്രഹങ്ങളെ കൊണ്ട് ഉദ്ദേശ ഫലങ്ങളില്ല. അപ്പൊ ഈ മറ്റു ചില ഗ്രഹങ്ങളെ എന്നുള്ളത് ഏതൊക്കെയാണ്? ശുക്രൻ ഒരു മൗഢ്യത്തിൽ കാണുന്ന സ്ഥിതിയുണ്ട്. അതുപോലെ തന്നെ രാഹു തീർത്തും ഇവർക്ക് സമാധാനം തരാത്ത അവസരത്തിലാണ്. അതുപോലെ തന്നെ മറ്റ് പല ഗ്രഹങ്ങളും, ചൊവ്വയല്ലാത്ത പല ഗ്രഹങ്ങളും ഇവർക്ക് ചെറിയ ചില സ്വാധീനക്കുറവുകൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെന്നാണ്? തീർച്ചയായിട്ടും ഇതിന് ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് ഏതൊക്കെ ഗ്രഹങ്ങളാണോ ദോഷസ്ഥാനത്തുള്ളത് ആ ഗ്രഹങ്ങളെ തേടിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ അതിൽ പ്രധാനമായും ദോഷത്തിലുള്ളത് ശനിയാണ്. എന്തുകൊണ്ടെന്നാൽ ശനി 7.5 ശനി, അല്ലെങ്കിൽ മീനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയെ കൊണ്ട് ചില സങ്കടങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ടത് അശ്വതി, ഭരണി, കാർത്തിക 1/4 ഭാഗം വരുന്ന മേടൻ രാശിക്കാരെ ആദ്യമായി ചെയ്യേണ്ടത് ശിവക്ഷേത്ര ദർശനവും, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് ദോഷപരിഹാരങ്ങളായിക്കൊണ്ട് തന്നെ ഒരു കടാവിളക്ക് ദേഹദോഷത്തിന്, അതേപോലെ തന്നെ കാര്യസാധ്യത്തിനായിക്കൊണ്ട് തന്നെ ദേവന് ഒരു നിവേദ്യം സമർപ്പിക്കുക, കൂവളമാല സമർപ്പിക്കുക, അതേപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ ഈ ശനിയുടെ ദോഷത്തുനിന്ന് ഒരു പരിധിവരെ മാറും. ഇതേപോലെ തന്നെ ശാസ്താവിങ്കില് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുതിരി, പ്രത്യേകിച്ച് ഇപ്പൊ ശാസ്താവിന്റെ മണ്ഡലം വളരെ സന്തോഷമായി സ്വാമി ഇരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അയ്യപ്പസ്വാമിക്ക് കഴിക്കുന്ന വഴിപാട് കൂടി ആവുമ്പോൾ കലിയുഗ വരദന് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഏവർക്കും ഒരു പരിധിവരെ സമാധാനവും സന്തോഷവും തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് ഏവർക്കും ഈ ധനുമാസം വളരെ സന്തോഷമാവട്ടെ എന്ന് പ്രാർത്ഥനാ പുരസരം രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഇനി ഈ
മേടൻ രാശി കഴിഞ്ഞാൽ പിന്നെ ഇടവൻ രാശിയാണ്. ഇടവൻ രാശിയിലെ കാർത്തിക നക്ഷത്രത്തിന്റെ മുക്കാഭാഗം, രോഹിണി, മകീരത്തിന്റെ അരഭാഗം ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് വളരെ ദോഷങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥിതിയാണ്. ഇവർക്ക് വ്യാഴൻ 2-ലാണ്, ശനി ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ്, ദോഷങ്ങളൊന്നുമില്ല. അപ്പോ ഇവർക്ക് ദോഷങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഗ്നാധിപനായി വരുന്നത് ശുക്രനാണ് ഇവരുടെ അധിപൻ. ഇത് കുറച്ച് മൗഢ്യമാണ്. അപ്പൊ ഇതുകൊണ്ട് മാനസികമായ ചെറിയ പ്രയാസങ്ങളും അതുപോലെ തന്നെ ചെറിയ തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവും. ചെയ്യുന്ന തൊഴിലിൽ ഒരുപാട് അഭിവൃദ്ധികൾ കുറയുന്ന ഒരു അവസരം വരാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യത്തിൽ സങ്കടങ്ങൾ വരാം. ഗ്രഹ അന്തരീക്ഷത്തിൽ വാക്ക് തർക്കങ്ങളോ സങ്കടങ്ങളോ വരുന്ന അവസരങ്ങൾ ഉണ്ടാവാം. ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സ്ഥാനമാറ്റങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ കിട്ടില്ല എന്നുള്ള സ്ഥിതി വരാം. വിദ്യാർത്ഥികൾക്കാണെങ്കിലും പരീക്ഷയിൽ ഒരു ഭയപ്പാട് വരാം. ഇതൊക്കെ സംഭവിക്കേണ്ട കാരണങ്ങളും സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിൽ തീർത്തും നമ്മൾ പറയുമ്പോൾ ശുക്രൻ എന്ന ഗ്രഹത്തിനായിക്കൊണ്ട് ഒരു ക്ഷേത്രമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ശുക്ര ക്ഷേത്രത്തിന്റെ, അതായത് ശുക്രാചാര്യരുടെ കാര്യസാധ്യത്തിനായിക്കൊണ്ട് തന്നെ പ്രാർത്ഥനാ പുരസരം വരദാനം കിട്ടിയതും ശ്രീ ഹനുമാൻ സ്വാമിക്കാണ്. എല്ലാ സ്വാധീനവും കിട്ടിയതാണ് ഹനുമാൻ സ്വാമി. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയിലെ ശരിക്കും ചെയ്യേണ്ട വഴിപാട് അദ്ദേഹത്തിന് ഒരു കുഴച്ചാവില് നിവേദ്യമായി സമർപ്പിക്കാം. അതുപോലെ തന്നെ ഒരു നെയ്വിളക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ അക്ഷര സംഖ്യ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ വിദ്യ നേടാനായിക്കൊണ്ട് വെറ്റിലമാല സമർപ്പിക്കാം. ശത്രുദോഷത്തിനായിക്കൊണ്ട് വടമാലയും സമർപ്പിക്കാം. തീർച്ചയായിട്ടും അതിനുശേഷം ഒരു കുങ്കുമാർച്ചന നടത്തിക്കൊണ്ട് ദേഹപുഷ്പാഞ്ജലി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ കാര്യത്തിന് ഒരുപാട് മാറ്റം വരുന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഹനുമാൻ സ്വാമി കഴിക്കുന്ന ഈ വഴിപാട് കൊണ്ട് തന്നെ പൂർണ്ണമായ സമാധാനവും സന്തോഷവും കിട്ടുമെന്ന് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾക്കും ഈ ധനുമാസത്തിൽ നല്ലതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനാ പുരസരം സമർപ്പിക്കുന്നു. അടുത്തതായിട്ട് മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിൽ മകീരത്തിന്റെ അരഭാഗം തിരുവാതിര, പുണർദത്തിന്റെ മുക്കാഭാഗം ചേർന്ന് വരുന്നതാണ് തിരുവാതിര. തിരുവാതിര പ്രത്യേകിച്ച് ഈ ധനുമാസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ശിവനും അല്ലെങ്കിൽ പാർവതി ദേവി ഒന്നിക്കുന്ന ഒരു സമയം തിരുവാതിരയാണ്. ധനുമാസമാണ് അതിന് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ മിഥുനമാസത്തിൽ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ അത് ചില ശ്രേഷ്ഠതകൾ അല്ലെങ്കിൽ ഐശ്വര്യങ്ങൾ വരുന്ന സമയമാണ്. അതുകൊണ്ട് ഇതിന്റെ അധിപൻ വരുന്നത് ബുധനാണ്. ബുധനായിക്കൊണ്ട് ഒരു ക്ഷേത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരസിംഹ ഭാഗത്തുള്ള ക്ഷേത്രങ്ങളുണ്ട്. അത് ശത്രുദോഷത്തിനായിക്കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വഴിപാട് തന്നെയാണ് പാനകം വഴിപാട് സമർപ്പിക്കാം. അതിൽ ഉപരി ശിവപാർവതി ക്ഷേത്രത്തിലെ വഴിപാടുകൾ കഴിക്കാം. അത് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് വർഷത്തിൽ ഒരിക്കലാണ് ഇതിന് ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ. അത് ഈ ധനുമാസത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ധനുമാസത്തിൽ തീർച്ചയായിട്ടും ശിവപാർവതി ക്ഷേത്രത്തിലെ കഴിയും വഴിപാട് കഴിച്ചുകൊണ്ടും ദേവനെ ദേവിക്കും ഒരുപോലെ സാഷ്ടാംഗം പ്രാർത്ഥിച്ചുകൊണ്ടും വരുമ്പോൾ ദമ്പതി ദോഷത്തിനും അതുപോലെ തന്നെ സന്താന ദുരിതങ്ങൾക്കും ഒക്കെ ഒരു സമാധാനം കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ ദേവനെ വഴിപാട് കഴിയും വഴിപാട് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ കഴിയുക ആ വഴിപാട് കഴിക്കാം. എന്നാൽ ഇതിൽ വരുന്ന ശത്രുദോഷമൊന്നുണ്ട്, അതിനെ കാണാതെ പോകരുത്. അവിടെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർക്കും വ്യാപാരികൾക്കൊക്കെ മാനസികമായ പ്രയാസങ്ങൾ വരാം. കുടുംബത്തിൽ സങ്കടങ്ങൾ വരുന്ന അവസരങ്ങൾ ഉണ്ടാവാം. വാക്ക് തർക്കങ്ങളൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതകളുണ്ട്. ഇതിൻ്റെയൊക്കെ പരിഹാരമായി ചെയ്യേണ്ടത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പാനകം വഴിപാടും ദേവന്റെ ഒരു നിവേദ്യവും തുളസിമാലയും നെയ്വിളക്കും സമർപ്പിക്കും. തീർച്ചയായിട്ടും ഈ 2 വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ രാശിഭാവത്തിൽ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴിപാട് കഴിച്ചുകൊണ്ട് സന്തോഷമായിരിക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് കർക്കിടക രാശിയാണ്. കർക്കിടക രാശിയിലെ പുണർത്തത്തിന്റെ കാൽഭാഗം പൂയം, ആയില്യം, ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഇവർക്ക് 2-ൽ കേതു ഉണ്ട്. അത് ഇവർക്ക് ചെറിയ സമാധാനം കുറയും. അതായത് ഇവർ പറയുന്ന വാക്ക് ഇവർക്ക് തന്നെ ശത്രുതയിൽ വരും. അത് ഇവർക്ക് പിന്നീട് സങ്കടങ്ങൾ വരും. ഇതൊക്കെ കാണേണ്ട ചില അവസരമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചെയ്യേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാട് കേതു എന്ന ഗ്രഹത്തിനാണ്. അത് നവഗ്രഹ ക്ഷേത്രത്തിലെ കേതു ദോഷ പരിഹാര പൂജ, അങ്ങനെ ഒരു പൂജ ഉണ്ട്. തീർച്ചയായിട്ടും അത് കഴിക്കുമ്പോൾ അതിന് മാറ്റം വരും. ഇനി അല്ലെങ്കിലോ കേതുവിനും രാഹുവിനും ചേർന്നുകൊണ്ട് ഒരു പൂജ കഴിക്കാം. അതും ഈ ആയില്യം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും അവരുടെ നക്ഷത്ര അധിപനായി വരുന്നത് നെല്ലും രാഹുവും ഒക്കെ ആവുമ്പോൾ കേതുവിനും രാഹുവിനും കഴിക്കുന്നത് വളരെ നല്ലതായിട്ടാണ് കാണേണ്ടത്. ഇങ്ങനെ ഒരു വഴിപാട് കഴിച്ചുകൊണ്ട് ഇവർക്ക് സർവ്വദോഷങ്ങളും സർവ്വ ദുരിതങ്ങളും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ കർക്കിടക രാശിയിൽ വരുന്ന 2-കാൽ ഭാഗം നക്ഷത്രക്കാർക്ക് പുണർദത്തിന്റെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക്
ഒരുപാട് ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ ഇവർക്ക് ശത്രു ദോഷങ്ങളും അതുപോലെ തന്നെ ചെറിയ ചില വാക്ക് പഴവുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇതിന് അനുകൂലമാവുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് തട്ടകത്തിൽ ഭഗവതി തന്നെയാണ്. അവരവരുടെ തട്ടകത്തിലെ ഭഗവതിക്ക് ഭഗവത് സേവ വഴിപാട് കഴിക്കും, അതുപോലെ തന്നെ ദേഹപുഷ്പാഞ്ജലി കഴിക്കുകയും ഒക്കെ ചെയ്യുന്നതും ഈ ദോഷത്തിനെ മറികടക്കാൻ കഴിയുന്ന ഒരു വഴിപാടായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ ഈ ധനുമാസം നിങ്ങൾക്കും വളരെ സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ചിങ്ങൻ രാശിയാണ്. ഈ ചിങ്ങൻ രാശി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു തന്നെയാണ്. ഇതിന്റെ അധിപനായി വരുന്നത് ഇപ്പൊ ധനുരാശിയിലാണ്. അവിടെ സൂര്യൻ ചൊവ്വോട് ചേർന്നാണ് കാണുന്നത്. അപ്പോ മാനസികമായ ചില അസ്വസ്ഥതകള്, അതുപോലെ തന്നെ എന്നാൽ കർമ്മ വിജയങ്ങളുണ്ട്. അതായത് തൊഴിലിൽ ഉന്നതിയുണ്ട്, വിചാരിക്കാത്ത അഭിവൃദ്ധി, ഐശ്വര്യവും പ്രമോഷനോ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാവിജയങ്ങളോ, അതുപോലെ തന്നെ ചെറിയ ചില ഉയർച്ചകൾ, വ്യാപാരികളാണെങ്കിൽ ഉയർച്ചകളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും ഇവർക്കും ദോഷങ്ങളുണ്ട്. ദോഷങ്ങൾ ഏറ്റവും പ്രധാനമായി കാണുന്ന ഗ്രഹം ലഗ്നായിൽ വരുന്ന കേതു, അതുപോലെ തന്നെ പിന്നീട് വരുന്നത് രാഹു. അപ്പൊ ഈ രാഹു കേതുക്കൾക്കായിട്ട് ഒരു പൂജ കഴിക്കുക എന്ന് പറയുന്നത് നാഗപൂജയൊക്കെ കഴിച്ചാലും ഒരു പരിധിവരെ സമാധാനമാണ്. അതുപോലെ തന്നെ ഇവിടെ വാക്ക്, പ്രവൃത്തി, കർമ്മം, ഇത് എന്തെങ്കിലും തരത്തിൽ ദോഷങ്ങൾ വരികയാണെങ്കിൽ അത് ഇല്ലാതിരിക്കാനായിക്കൊണ്ട് ഇവർ ചെയ്യേണ്ടതും അത് ബുധനെ കൊണ്ടാണ് കാണേണ്ടത്. അതായത് കന്നിരാശിയാണല്ലോ ഇവരുടെ രണ്ടാം ഭാവം. അതുപോലെ തന്നെ അതിൻ്റെതായ ദുരിതദോഷങ്ങൾ തീർക്കാനായിട്ട് ബുധനായിക്കൊണ്ട്, അതായത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യാം. ഇത് ദേവന് പാൽപ്പായസവും തുളസിമാലയും നെയ്യ് വിളക്കും സമർപ്പിക്കാം. അങ്ങനെ ദേഹപുഷ്പാഞ്ജലി ഇത് ചെയ്യുമ്പോൾ ഈ രണ്ട് ക്ഷേത്ര വഴിപാട് ഇവർക്ക് ഒരുപാട് അലസതകൾ, കഷ്ടങ്ങളിൽ നിന്നും മോചനമായിക്കൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് വളരെയധികം അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഇതിൽ തന്നെ വരുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാക്ലേശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത് കേതുവിനെ കൊണ്ട് ഖേദിക്കുക എന്ന് പറയും. അപ്പൊ അതിൽ ചെയ്യേണ്ടത് സരസ്വതി സൂക്ത അർച്ചനകളും സരസ്വതി ക്ഷേത്ര ദർശനവും നടത്താം. തീർച്ചയായിട്ടും ഇവർക്ക് അതിൽ കൊണ്ട് വിദ്യാവിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാവും എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇവർക്കും അഭിവൃദ്ധി ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായിട്ട് കന്നിരാശിയിലേക്ക് പോകാം. കന്നിരാശിയില് ഉത്തരത്തിന്റെ മുക്കാഭാഗം, അത്തം, ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന കന്നിരാശിക്കാരെ കാത്തിരിക്കുന്നത് ഇവർക്ക് 7 ശനിയാണ്. അത് കണ്ടക ശനിയാണ്. പക്ഷെ മറ്റുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇവർക്ക് 4-ൽ വരുന്നത് അത് സൂര്യനും ചൊവ്വയാണ്. അപ്പോ അതുകൊണ്ടൊക്കെ കാണേണ്ടത് കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ഭാരിച്ച ചെലവുകളോ കഷ്ടങ്ങളോ ഒക്കെ വന്നുകൊണ്ട് സമ്പ്രദായ പ്രകാരം ചെറിയ ചില ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളതാണ് കാണേണ്ടത്. അതുപോലെ തന്നെ 3-ാം ഭാവം, അത് തർക്കം, തടസ്സം, ദോഷങ്ങളൊക്കെ വരാവുന്ന ഒരു സ്ഥിതി തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ വാക്ക്, അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ചില അവസരങ്ങളും ഉണ്ടാകും. അപ്പൊ കന്നിരാശിക്കാരെ കാത്തിരിക്കുന്നത് ചില സങ്കടങ്ങൾ തന്നെയാണ് ഗ്രഹനില പ്രകാരം കാണുന്നത്. എന്നാൽ ഇവർക്ക് ജോലിയിൽ ഉയർച്ചകളൊക്കെ ഉണ്ട്. ജോലിയിൽ ഉയർച്ചകളും ജോലി കൊണ്ട് സമാധാനങ്ങളും ധനാഭിവൃദ്ധികളൊക്കെ ഉണ്ടെങ്കിലും ഈ തരത്തിലുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ദോഷസ്ഥാനത്ത് കാണുന്നതും കന്നിരാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്കാണ്. മീനത്തിൽ വരുന്ന ശനി, അതുപോലെ തന്നെ ഇവർക്ക് അത് കണ്ടക ശനിയാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇവർക്ക് രാഹുവിനെ കൊണ്ടും 4-ൽ വരുന്ന സൂര്യനും ചൊവ്വയൊക്കെ സങ്കടത്തിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവർക്ക് ചെയ്യേണ്ട വഴിപാട് നവഗ്രഹ പൂജയാണ്. ഇത് പൂജാകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇവർക്ക് ഒരു പരിധി വരെ സമാധാനം കിട്ടും. അതുപോലെ തന്നെ ഇവരുടെ കുലദേവത ആചാരം, കുലദേവത എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഭവനത്തില് പൂർവികമായിട്ട് ജാതി സമ്പ്രദായത്തിൽ പലർക്കും പല ദേവികളും ആരാധിച്ചു വരുന്നുണ്ടാവാം. അങ്ങനെയുള്ള ദേവീ ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ, വഴിപാട് കഴിച്ചുകൊണ്ടും ദേവിക്ക് പ്രീതിപ്പെടുന്ന നിവേദ്യം കഴിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവരെയും കാത്തിരിക്കുന്ന ദുരിതദോഷങ്ങളൊക്കെ വിട്ടകന്നുകൊണ്ട് പൂർണ്ണമായും സമാധാനം കിട്ടും. ഇതില് ഈ കന്നിരാശിയുടെ അധിപൻ പറഞ്ഞ ബുധനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബുധൻ വിദ്യാനാഥനാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു ചില ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളൊക്കെ വരാവുന്ന ചില സാധ്യതകൾ ഉള്ളതായിട്ടാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവര് തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ട വഴിപാട് കർമ്മങ്ങൾ ബുധനായിക്കൊണ്ട് തന്നെ ഒരു വഴിപാട് ചെയ്യണം. അപ്പോ അത് ശിവനെ പല ഭാവങ്ങളുണ്ടല്ലോ. അതിലെ ശിവക്ഷേത്രത്തില് നടരാജ അല്ലെങ്കിൽ കായിക മേളകൾക്കൊക്കെ പ്രധാനമാവുന്ന നടന കലാരൂപത്തിലുള്ള ഒരു ശിവനുണ്ട്. അത് ആ രൂപത്തിലുള്ള ശിവനെ ഏത് ക്ഷേത്രത്തിൽ പോയിട്ടും ആരാധിക്കാം. അതായത് ശിവന്റെ ഏത് ക്ഷേത്രത്തിൽ പോയിട്ടും ആരാധിക്കാം. സൂക്ത പുഷ്പാഞ്ജലി കഴിക്കാം. അതിന് മറ്റൊരു
പരിഹാരങ്ങളല്ല. ഇങ്ങനെ സരസ്വതി ക്ഷേത്രം ഉണ്ടെങ്കിൽ അങ്ങനെയാവും. ഇങ്ങനെ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഇതുകൊണ്ട് ഒരുപാട് അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും വരും എന്ന് തന്നെയാണ് കാണേണ്ടത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ വഴിപാട് കർമ്മങ്ങൾ കഴിക്കുമ്പോൾ കന്നി രാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക്, അതായത് ഉത്തരത്തിന്റെ 3/4 ഭാഗം, അത്തം ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെയധികം സമാധാനവും സന്തോഷവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി ഞാനും. അടുത്തതായിട്ട് തുലാരാശിയാണ്. തുലാരാശിയിലെ ചിത്രയുടെ അരഭാഗം ചോതി വിശാഖത്തിന്റെ 3/4 ഭാഗം ചേർന്ന് വരുന്ന തുലാരാശിക്കാരെ കാത്തിരിക്കുന്നത് ഒരു ചില നേട്ടങ്ങൾ തന്നെയാണ്. അപ്പോൾ കൊടുക്കൽ വാങ്ങൽ അല്ലെങ്കിൽ വാഹനയാത്ര, ഇതൊക്കെ ചില ദുരിതങ്ങൾ വരുത്തുന്ന പറയാം. അതായത് ധനം കൊടുക്കുക വാങ്ങുക, അതുപോലെ തന്നെ വാഹനയാത്ര, ഇതൊക്കെ ഇവരെ സംബന്ധിച്ച് ചില സങ്കടങ്ങൾ വരുത്തും. അതുപോലെ തന്നെ ഉദ്ദേശിച്ച ഒരു മേൽമ ഭവനത്തിൽ കിട്ടില്ല. എന്നാലും മറ്റുള്ള എല്ലാ കാര്യത്തിലും ഇവർക്ക് സമാധാനങ്ങളും ഐശ്വര്യങ്ങളുമാണ്. അപ്പോൾ തുലാരാശി എന്ന് പറയുന്നതിന്റെ അധിപനും ശുക്രനാണ്. ശുക്രൻ ബുധനോട് ചേർന്നിട്ട് തന്നെയാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഗ്രഹത്തിന് മാറ്റങ്ങളുണ്ട്. എങ്കിലും തത്സമയം സമ്പാദ്യ വ്യവസ്ഥയ്ക്ക് കോട്ടങ്ങൾ തട്ടുന്നതോ അല്ലെങ്കിൽ ചെറിയ ചില ദുരിതങ്ങൾ വരുന്നതോ ദോഷങ്ങൾ വരുന്നതോ ഒക്കെ ഇവർക്ക് സംഭവിക്കാമെന്നാണ് എടുത്തു പറയേണ്ടത്. അപ്പൊ ഇതിനെ പ്രത്യേകിച്ചും 2-ാം ഭാവം കൂടിയാണല്ലോ വൃശ്ചികരാശി. അതുപോലെ തന്നെ 3, 4, 5-ാം ഭാവങ്ങളിൽ വരുന്ന രാഹു, അത് വളരെ ദോഷമില്ല. 6-ൽ വരുന്ന ശനി ശത്രുസ്ഥാനാണെങ്കിലും ശനിയെ കൊണ്ട് നേട്ടങ്ങളാണ്. എന്നിരുന്നാലും ധനനഷ്ടങ്ങൾ കൂടി വരുത്താന്ന് പറയാം. ശനി തന്നെയാണ് ധനാധിപനം. അത് 6-ൽ വരുമ്പോൾ ധനം കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് തർക്കങ്ങളും വരാം. അതുകൊണ്ട് ഇവര് നിശ്ചയമായും വളരെയധികം ശ്രദ്ധാപൂർവം കൊടുക്കൽ വാങ്ങൽ അത് തീർച്ചയായിട്ടും ആലോചിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. സമ്പാദ്യ വ്യവസ്ഥകൾക്കും കോട്ടങ്ങൾ വരാം. അതുകൊണ്ട് ഇവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട വഴിപാടിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു വഴിപാട് ഹനുമാൻ സ്വാമിക്ക് തന്നെയാണ് കഴിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും കുറച്ച് അവില് നിവേദ്യമായിക്കൊണ്ടും നെയ്വിളക്കായിക്കൊണ്ടും അതുപോലെ തന്നെ മുഖക്കാപ്പ് എന്നുള്ള വഴിപാട് കഴിക്കുക. മുഖക്കാപ്പ് അത് കഴിക്കുമ്പോൾ ഈ ദോഷത്തിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ട് അഭിവൃദ്ധിയിലും ഐശ്വര്യത്തിലും എത്തിപ്പെടും. അതുപോലെ തന്നെ ഇവർക്ക് മറ്റൊന്ന് തടസ്സത്തിലും ദോഷത്തിലും നിൽക്കുന്നത്, അത് ചൊവ്വയ്ക്കൊരു വഴിപാട് കഴിക്കാം. അത് ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിലാണ് ശത്രുദോഷത്തിനും ഭഗവതിക്കും ഉതകുന്ന ഒരു വഴിപാടാണ്. അപ്പോൾ ഭദ്രകാളി പോലുള്ള ക്ഷേത്രാങ്കണത്തില് ദേഹപുഷ്പാഞ്ജലി, ദേവിക്കൊരു നിവേദ്യം, അതുപോലെ തന്നെ ഒരു വിളക്ക് മാല സമർപ്പിക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് വരുന്ന ശത്രുദോഷത്തിൽ നിന്ന് തീർച്ചയായിട്ടും പരിഹാരം കണ്ടുകൊണ്ട് പൂർണ്ണമായും ഒരു സമാധാനത്തിലും ഐശ്വര്യത്തിലും എത്തിപ്പെടും എന്ന് തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഈ മാസം നിങ്ങൾക്ക് ഏവർക്കും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയിലെ വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട, ഇങ്ങനെയാണ് 2 ഭാഗം നക്ഷത്രക്കാരുള്ളത്. ഇവരെ അതായത് ഒരു തർക്കങ്ങളോ അല്ലെങ്കിൽ നിയമപരമായ ചില കേസുകളോ ഇടപെടാതെ വേണ്ടിയിരിക്കേണ്ടത് വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. ധനതർക്കങ്ങളും ദോഷങ്ങളും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിയിലായിട്ടാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവര് വളരെയധികം പവിത്രമായിക്കൊണ്ടും ശ്രദ്ധയോടും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഇവരെ കാത്തിരിക്കുന്നതും അഗാധമായ ചെറിയ ദോഷങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇവര് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട ചേർന്ന് വരുന്ന വൃശ്ചിക രാശിക്കാർക്ക് ഏറ്റവും നല്ല വഴിപാട് എന്ന് പറയുന്നതും ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിലെ ഗുരുതി പൂജ, അത് പ്രത്യേകിച്ചും ഒരു ചില ക്ഷേത്രങ്ങളിൽ ഇപ്പം ഉണ്ടാവാതിരിക്കും, കാരണം മണ്ഡലമാണല്ലോ. എങ്കിലും ഉള്ള ക്ഷേത്രങ്ങളിൽ കഴിക്കാം, അല്ലെങ്കിൽ ഉണ്ടാവുമ്പോഴും കഴിക്കാം. മണ്ഡലം 41 കഴിഞ്ഞാൽ പിന്നീട് ഇത് കഴിക്കാവുന്ന ഒരു സ്ഥിതിയാണ്. അതായത് ഇതിന് 12. അതിന് ശേഷമെങ്കിലും ഈ ഗുരുതി പൂജ കഴിക്കലും അതുപോലെ തന്നെ സമ്പ്രദായ പ്രകാരം ഗുരുതി പൂജയോടുകൂടെ തന്നെ ദേവിക്ക് ഒരു കഠിന പായസ നിവേദ്യവും വിളക്കും മാലയും കഴിച്ചുകൊണ്ട് ഭദ്രകാളി രൂപത്തില് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർക്ക് സർവ ശത്രുദോഷത്തിന് ഒരു പരിഹാരമായിട്ട് തന്നെയാണ് കാണേണ്ടത്. ഇവരും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ഒരു വഴിപാട് കഴിയും വഴിപാട് കഴിച്ചുകൊണ്ടും പ്രായച്ചിത്തം എന്നുള്ള ഒരു കർമ്മം ചെയ്യുമ്പോൾ, പ്രായച്ചിത്തം എന്നുള്ളത് ഒരു പരിഹാരമായിട്ടുള്ള ഒരു കർമ്മമാണ്, ദേവന് ചെയ്യേണ്ടതാണ്. ദേവിക്ക് ചേർന്നുകൊണ്ടാവുമ്പോൾ അതൊരു പ്രായച്ചിത്തമാണ് കാണുക. തീർച്ചയായിട്ടും ഇവരെയും കാത്തിരിക്കുന്ന ഈ ദോഷത്തിന് ഒരു പരിധിവരെ സമാധാനം കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് ധനുരാശിയാണ്. ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ഭാഗം ചേർന്ന് വരുന്ന ധനുരാശിക്കാരെ കാത്തിരിക്കുന്നത് 4-ൽ ശനിയാണല്ലോ. അപ്പൊ അത് കണ്ടക ശനിയാണ്. അതുപോലെ തന്നെ 3-ൽ രാഹുവാണ്. അത് വളരെയധികം ദോഷങ്ങളില്ല. എങ്കിലും ഇവിടെ വ്യാഴം ഇപ്പോ ഇവർക്ക് 7-ലാണ്.
അത് വളരെയധികം ഗുണമൊന്നും ചെയ്യില്ല, എങ്കിലും ദോഷസ്ഥാനത്തല്ല എന്നേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഇവർക്ക് മൊത്തത്തില് അല്ലെങ്കിൽ ആകെ ദോഷങ്ങളുണ്ടോ ചോദിച്ചാൽ ശനിയെ കൊണ്ടും വ്യാഴത്തിനെ കൊണ്ടും ദോഷങ്ങളുണ്ട്, കേതുവിനെ കൊണ്ടും ദോഷങ്ങളുണ്ട്. അപ്പോൾ സമാധാനം കിട്ടുന്ന ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് രാഹു, അതുപോലെ തന്നെ ബുധൻ, ചൊവ്വ, ഇതൊക്കെ ഒരു പരിധിവരെ സമാധാനമാണ്. അപ്പൊ ഇവർക്ക് ഇതിന് ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാട് എന്ന് പറയുന്നത് ശാസ്താവിങ്കലാണ്. ശാസ്താവിങ്കിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കാം, അതുപോലെ തന്നെ അട വഴിപാട് കഴിക്കാം. ഇതൊക്കെ ഇവർക്ക് ശാസ്താവിങ്കിൽ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ സമാധാനം കിട്ടും. വിദ്യാർത്ഥികളാണെങ്കിലും ചെയ്യേണ്ട വഴിപാട് ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ജോലിക്കാരാണെങ്കിലും ഇത് ഒരു പരിധിവരെ സമാധാനം കിട്ടും. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു വഴിപാട് കഴിക്കേണ്ടത് ശിവക്ഷേത്രത്തിലാണ്. ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് ധാര വഴിപാട് കഴിക്കാം. അത് ജലധാര ആയാലും മതി. അതുപോലെ തന്നെ ദേവന്റെ ഒരു നിവേദ്യം, കൂവളമാല നിവേദ്യം, അവിടെയും കൂവളമാല പുഷ്പാഞ്ജലി ഒന്നുണ്ട്. അതായത് ദേവന് ഇഷ്ടപ്പെട്ട ഒരു മാലയാണ് കൂവളം. അപ്പൊ കൂവളം കൊണ്ട് തന്നെ ഒരു പുഷ്പാഞ്ജലി. തീർച്ചയായിട്ടും ഇത് ഇവർക്ക് സമൃദ്ധി അതല്ലെങ്കിൽ സംതൃപ്തി വരുന്ന ഒരവസരമുണ്ടോ, അതായത് മനോതൃപ്തി, അതാണ് സംതൃപ്തി. തീർച്ചയായിട്ടും ഇത് ഇവർക്ക് സമാധാനം കിട്ടും. കൂവളമാല പുഷ്പാഞ്ജലി. അതേപോലെ തന്നെ ലഗ്നാൽ വരുന്ന ചൊവ്വ, അത് തട്ടകത്തിൽ ഭഗവതി തന്നെയാണ് അതിന് ശ്രേഷ്ഠത. തീർച്ചയായിട്ടും ഭഗവതിക്ക് ഭഗവത് സേവ വഴിപാട് കഴിക്കുക. അത് ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും വരും. തീർച്ചയായിട്ടും ഇവർക്ക് വരുന്ന ദുരിത ദോഷത്തുനിന്ന് ഒരു മാറ്റങ്ങളും വരും എന്ന് തന്നെയാണ് കാണേണ്ടത്. ഈ മാസം നിങ്ങൾക്ക് അഭിവൃദ്ധി ഐശ്വര്യവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. അടുത്തതായിട്ട് മകരൻ രാശിയാണ്. മകരൻ രാശിയിലെ ഉത്രാടത്തിന്റെ മുക്കാഭാഗം, തിരുവോണം, ഔട്ടത്തിന്റെ അരഭാഗം ചേർന്ന് വരുന്ന മകരൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് ഇവരുടെ 3-ൽ ശനി ഇവർക്ക് ശ്രേഷ്ഠതയുണ്ട്. എന്നാൽ 2-ൽ വരുന്ന രാഹു ദുരിതങ്ങളാണ്. അതുപോലെ തന്നെ കേതു ഇവർക്ക് അനുകൂലമാണ്. എന്നാൽ ഇവർക്ക് മറ്റുള്ള ഗ്രഹങ്ങളെ കുറിച്ചുകൊണ്ട് ചില ദോഷങ്ങളായിട്ട് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഇവർക്ക് ഇതിനെ ഏറ്റവും നല്ലതായി കാണേണ്ടത് വ്യാഴം തന്നെയാണ്. ഒരു പരിധി വരെ സമാധാനം കിട്ടേണ്ടത് അത് വ്യാഴം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 6-ലാണ്. അപ്പൊ ഈ 6-ൽ വരുന്ന വ്യാഴം ഇവർക്ക് ശത്രുദോഷമാണ്. അതുകൊണ്ട് ഇവര് ഒന്നുമെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തില് വ്യാഴ ദോഷ പരിഹാര പൂജ ഒന്ന് ചെയ്യുക, അല്ലെങ്കിലോ വ്യാഴത്തിനെ പ്രോത്സാഹിപ്പിക്കാനായിക്കൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിലെ പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് സമർപ്പിച്ചുകൊണ്ട് ദേഹ പുഷ്പാഞ്ജലിയും കഴിക്കുമ്പോൾ ഈ വ്യാഴം അനുകൂലത്തിൽ വരും. അതിനുശേഷം ഇവർക്ക് ഈ 3-ൽ ശനി അനുകൂലമാണ്. പിന്നീട് ഒന്ന് കേതു ആണുള്ളത്. കേതുവിനായിക്കൊണ്ട് തന്നെ കേതു പുഷ്പാഞ്ജലിയെങ്കിലും കഴിക്കാം നവഗ്രഹ ക്ഷേത്രത്തിൽ. അപ്പോൾ ഈ 2 വഴിപാട് കൊണ്ട് ഇവരെ കാത്തിരിക്കുന്ന ദുരിതങ്ങളും ദോഷങ്ങളും മാറിക്കൊണ്ട് ഇവർക്കും ചില അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും കിട്ടും എന്ന് തന്നെയാണ് കാണേണ്ടത്. നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്തതായിട്ട് കുംഭൻ രാശിയാണ്. കുംഭൻ രാശിയിലെ ഔട്ടത്തിന്റെ അരഭാഗം ചതയം, പൂരോരട്ടാതി മുക്കാഭാഗമാണ്. കുംഭൻ രാശിക്കാരിൽ വരുന്ന ഈ 2.25 ഭാഗം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ലഗ്ന രാഹു, അതായത് ഇതിൽ സഞ്ചരിച്ചിരിക്കുന്ന രാഹു, അതുപോലെ തന്നെ 7-ര ശനി. ഇത് ഇവർക്ക് ചില ദോഷങ്ങളെ വരാം. പിന്നെ 5-ൽ വ്യാഴം ഇവർക്ക് അനുകൂലമാണ്. എന്നാൽ മറ്റുള്ള ഗ്രഹങ്ങളെ ഇവർക്ക് ശത്രുസ്ഥാനത്തും തടസ്സത്തിലുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായിക്കൊണ്ട് സമാധാനമായി മുന്നോട്ട് പോകാൻ എല്ലാറ്റിനും വിജയിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമി തന്നെയാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലാഭിഷേകം വഴിപാട് കഴിക്കുക. വിദ്യാർത്ഥികളാണെങ്കിലും ഇത് തന്നെയാണ് ഏറ്റവും നല്ലൊരു വഴിപാടാണത്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലാഭിഷേകം വഴിപാടും അതുപോലെ തന്നെ മുരുകനായിക്കൊണ്ട് കഴിയും വഴിപാട് ഇത് കൂടാതെ തന്നെ കഴിച്ചുകൊണ്ട് ദേഹ പുഷ്പാഞ്ജലിയും കഴിക്കുക. വിദ്യാർത്ഥികൾക്കും ഇത് ഒരു നല്ല വഴിപാടായിട്ടാണ് കാണുന്നത്. അതോടുകൂടെ തന്നെ ഇവരുടെ 7-ര ശനിക്കായിട്ട് ശാസ്താവെങ്കില് നീരാഞ്ജനം, എള്ളുതിരി കഴിക്കുക. അതുപോലെ തന്നെ അട വിളക്ക് വഴിപാട് കഴിക്കുക. ഇത് വഴിപാടും അതുപോലെ തന്നെ ഈ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഈ വഴിപാടും കഴിക്കുമ്പോൾ ഈ കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രഹങ്ങൾക്ക് ഒരു ചില നേട്ടങ്ങളായി തന്നെയാണ് കാണേണ്ടത്. തീർച്ചയായിട്ടും ഇവർക്കും ധനുമാസം ഐശ്വര്യവും അഭിവൃദ്ധിയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനും. മീനൻ രാശി പോവാം. മീനൻ രാശിയിലെ പൂരോരട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി, ഇങ്ങനെയാണ് 2.25 ഭാഗം. ഈ മീനൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് ഇവർക്ക് 4-ൽ വ്യാഴാണ്. വളരെ നേട്ടങ്ങളില്ല, എങ്കിലും ദോഷങ്ങളില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇവർക്ക് 6-ൽ കേതു വരുന്നത് സങ്കടത്തിലാണ്. അത് കുടുംബ ബന്ധങ്ങളിലെ സമാധാനം കിട്ടാത്ത അവസരം വരിക, വിദ്യാർത്ഥികൾക്ക് വിദ്യ തടസ്സങ്ങൾ വരിക, അതുപോലെ തന്നെ വ്യാപാരത്തിലെ അഭിവൃദ്ധികൾ ഇല്ലാതെ നാശങ്ങൾ വരിക, ഇതൊക്കെ സംഭവിക്കുന്ന ഒരു സ്ഥിതിയിലാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ജന്മശനിയായിട്ടാണ് പ്രധാനമായിട്ട് കാണുന്നത്. അതായത് ജന്മത്തിൽ തന്നെയാണ് ശനി. 12-ലാണ് രാഹു.
4-ലാണ് വ്യാഴം, 6-ലാണ് കേതു. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ മീനൻ രാശിയുള്ളവർക്ക് മനപ്രയാസങ്ങള്, സങ്കടങ്ങള്, കർമ്മ തടസ്സം, ഇതൊക്കെ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് കാണുന്നത്. അപ്പൊ ഇവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴിപാട് നവഗ്രഹ ഹോമമാണ്. നവഗ്രഹ പൂജയല്ല, പ്രത്യേകിച്ച് നവഗ്രഹ ഹോമം കഴിച്ചുകൊണ്ടും പിന്നീട് ഇവർ ചെയ്യേണ്ടത് ഭദ്രകാളി പോലുള്ള ക്ഷേത്രാങ്കണത്തില് ഗുരുതി പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ നിവേദ്യവും ദേവിക്ക് സമർപ്പിക്കാം, വിളക്കും മാറി. ഇങ്ങനെ സമർപ്പിക്കുമ്പോൾ ഈ എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമായി വരും. അതിന്ന് വിജയം കിട്ടാനായിക്കൊണ്ട് ഈ വഴിപാട് കൂടി ദേവിക്ക് സമർപ്പിക്കുമ്പോൾ ആകെ മൊത്തത്തില് ഗ്രഹനിലയിൽ വരുന്ന ദോഷത്തിനും സ്വമേധ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും അതുപോലെ തന്നെ വ്രതത്തോടു കൂടെ ചെയ്യുകയാണെങ്കിൽ ഇവരെ കാത്തിരിക്കുന്ന എല്ലാ ദുരിതങ്ങളും നീങ്ങിക്കൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് ഐശ്വര്യത്തിലും അഭിവൃദ്ധിയിലും മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ധനുമാസത്തിലെ ഗ്രഹചിന്തയില് നിങ്ങൾക്ക് ഏവർക്കും ഐശ്വര്യവും സമാധാനവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജ്യോത്സ്യൻ മോഹൻദാസ്.